ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിബ്ലിറ്റ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ പ്രിലിമിനറി എക്സാമിൻ്റെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്, ഇന്ത്യയിലെ സാമൂഹികവും സാംസ്കാരികവുമായ മുന്നേറ്റങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊരു 12ഓളം സംഘടനകളും സ്ഥാപകരും അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. വലിച്ചുവാരി പഠിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആര്യ സമാജം. 1875 ആര്യ സമാജം ദയാനന്ദ സരസ്വതി സ്ഥാപിക്കുന്നത്. അപ്പോൾ ആര്യ സമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതി. ആര്യ സമാജത്തിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ബോംബെയാണ്. ആര്യ സമാജത്തിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ബോംബെയാണ്. ആര്യ സമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകമാണ് സത്യാർത്ഥ പ്രകാശ്. ആര്യ സമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകമാണ് സത്യാർത്ഥ പ്രകാശ്. സത്യാർത്ഥ പ്രകാശ് എഴുതിയത് ദയാനന്ദ സരസ്വതിയാണ്. സത്യാർത്ഥ പ്രകാശ് എഴുതിയ ഭാഷ ഓർത്തു വെച്ചുകൊള്ളുക. സത്യാർത്ഥ പ്രകാശ് എഴുതിയ ഭാഷ ഹിന്ദിയാണ്. ഇപ്പോൾ ആര്യ സമാജത്തിൻ്റെ ബൈബിളാണ് സത്യാർത്ഥ പ്രകാശ് എഴുതിയത് ദയാനന്ദ സരസ്വതിയാണ്. ഹിന്ദിയിലാണ് ആ പുസ്തകം എഴുതപ്പെട്ടിട്ടുള്ളത്. ഇനി ആര്യ സമാജത്തിൻ്റെ ആപ്തവാക്യമാണ് ലോകത്തെ മഹത്വവൽക്കരിക്കുക. ലോകത്തെ മഹത്വവൽക്കരിക്കുക എന്നത് ആര്യ സമാജത്തിൻ്റെ ആപ്തവാക്യമാണ്. അതുപോലെ 10 കൽപ്പനകൾ ഏത് നവോത്ഥാന സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 10 കൽപ്പനകൾ ഏത് നവോത്ഥാന സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം ആര്യ സമാജവുമായി. ഓക്കെ, അപ്പോൾ ആര്യ സമാജം 1875 ദയാനന്ദ സരസ്വതി സ്ഥാപിച്ചു. ആസ്ഥാനം ബോംബെയാണ്. ആര്യ സമാജത്തിൻ്റെ ബൈബിൾ സത്യാർത്ഥ പ്രകാശ്, എഴുതിയത് ദയാനന്ദ സരസ്വതി, എഴുതപ്പെട്ട ഭാഷ ഹിന്ദി. ആര്യ സമാജത്തിൻ്റെ ആപ്തവാക്യം ലോകത്തെ മഹത്വവൽക്കരിക്കുക. 10 കൽപ്പനകൾ ഏത് നവോത്ഥാന സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആര്യ സമാജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, പിന്നെ നമുക്ക് ദയാനന്ദ സരസ്വതി നോക്കാം. ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമം മൂൽ ശങ്കർ എന്നാണ്. ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമം മൂൽ ശങ്കർ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് വിർജാനന്ദ ദണ്ഡിശ. വിർജാനന്ദ ദണ്ഡിശയാണ് എന്ത് ചെയ്തത്? സ്വാമി ദയാനന്ദ സരസ്വതി അല്ലെങ്കിൽ മൂൽ ശങ്കറിനെ ഋഷി ദയാനാഥ് എന്ന് നാമകരണം ചെയ്തത്. ഋഷി ദയാനാഥ് എന്ന് നാമകരണം ചെയ്തത് ആരാണ്? നമ്മുടെ ഗുരു വിർജാനന്ദ ദണ്ഡിശയാണ്. ഇനി ദയാനന്ദ സരസ്വതി അറിയപ്പെടുന്നത് ഹിന്ദുമതത്തിൻ്റെ കാൽവിൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഹിന്ദുമതത്തിൻ്റെ കാൽവിൻ, ഇന്ത്യയുടെ പിതാമഹൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഇദ്ദേഹമാണ് വേദങ്ങളിലേക്ക് മടങ്ങുക. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആഹ്വാനമാണ് വേദങ്ങളിലേക്ക് മടങ്ങുക. ഗോ ബാക്ക് ടു വേദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുരാണങ്ങളും ബാക്കിയുള്ള രചനകളും ഒന്നും സത്യത്തെ മറച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സത്യം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്തിലേക്കും പോകണം? നിങ്ങൾ വേദങ്ങളിലേക്ക് പോകണം. അപ്പോൾ വേദങ്ങളെ എന്ത് ചെയ്യുക? ഓരോ മനുഷ്യനും അവന് പറ്റുന്ന രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ് വേണ്ടത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ഗോ ബാക്ക് ടു വേദാസ്. ശ്രദ്ധിക്കുക, വേദങ്ങളിലേക്ക് മടങ്ങുക പറഞ്ഞത് ദയാനന്ദ സരസ്വതി. ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് വിവേകാനന്ദൻ. ഓക്കെ, ഇന്ത്യക്കാർക്ക് സ്വരാജ് സ്വഭാഷ സ്വധർമ്മ. ഇന്ത്യക്കാർക്ക് സ്വരാജ് സ്വഭാഷ സ്വധർമ്മ എന്നിവയൊക്കെ ആദ്യമായി പറഞ്ഞ വ്യക്തിയാണ് ആര്? ദയാനന്ദ സരസ്വതി. കേട്ടാ, അപ്പൊ സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി, ആദ്യമായി പറഞ്ഞ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ സ്വാമി ദയാനന്ദ സരസ്വതി. അപ്പൊ ഇന്ത്യക്കാർക്ക് സ്വരാജ് സ്വഭാഷ സ്വധർമ്മ ഇവയൊക്കെ ആദ്യമായി മുന്നോട്ട് വെച്ച, ഈ ആശയങ്ങളൊക്കെ ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തിയാണ് അല്ലെങ്കിൽ നവോത്ഥാന നായകനാണ് ദയാനന്ദ സരസ്വതി. ഹിന്ദി ദേശീയ ഭാഷയാക്കണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട വ്യക്തി. ഹിന്ദി ദേശീയ ഭാഷയാക്കണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട വ്യക്തി. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ പുസ്തകം പറഞ്ഞു സത്യാർത്ഥ പ്രകാശ്. സത്യാർത്ഥ പ്രകാശത്തിലാണ് ഇദ്ദേഹം പറയുന്നത് ആര്യന്മാരുടെ ആഗമനം തിബറ്റിൽ നിന്നാണ്. അപ്പോൾ ആര്യന്മാരുടെ ആഗമനം തിബറ്റിൽ നിന്നാണെന്ന് പറഞ്ഞ വ്യക്തിയാണെങ്കിൽ ആരാണ്? ദയാനന്ദ സരസ്വതി. അത് പറഞ്ഞിരിക്കുന്ന പുസ്തകമാണ് ഏത്? സത്യാർത്ഥ പ്രകാശ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പത്രം ആര്യപ്രകാശ്. അപ്പോൾ നോക്കിയേ, ആര്യപ്രകാശാണ്. ആര്യ സമാജത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി അദ്ദേഹം തുടങ്ങിയ പത്രമാണ് ആര്യപ്രകാശ്. ഓക്കെ, ഇനി
അഹിന്ദുക്കളെ ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുവാൻ വേണ്ടി 1875 ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചു അല്ലേ? അഹിന്ദുക്കളെ ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ 1875 ശുദ്ധി പ്രസ്ഥാനം, ഓർത്തു വെക്കുക, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതുപോലെ 1882 ഗോ രക്ഷണി സഭ 1882 ഗോ രക്ഷണി സഭ സ്ഥാപിച്ചതും ആരാണ്? ദയാനന്ദ സരസ്വതിയാണ്. പരോപകാരി സഭ 1882 അജ്മീറിൽ അദ്ദേഹം സ്ഥാപിച്ചതാണ് പരോപകാരി സഭ. 1882 ഗോരക്ഷണി സഭ. അതുപോലെ തന്നെ പരോപകാരി സഭയും സ്ഥാപിക്കപ്പെടുന്നത് 1882. നോക്കിക്കേ, ഇദ്ദേഹത്തിന്റെ ആശയങ്ങളോട് എതിർപ്പുണ്ടായിരുന്ന രാജാവാണ് ജോധ്പൂർ രാജാവ്. ഇദ്ദേഹത്തിന്റെ ആശയങ്ങളോട് അല്ലെ കാഴ്ചപ്പാടുകളോട് എതിരുണ്ടായിരുന്ന രാജാവാണ് ആരെന്ന് പറയുന്നത്? ജോധ്പൂർ രാജാവ്. അപ്പോൾ ഈ ജോധ്പൂർ രാജാവിൻ്റെ കൊട്ടാര വിരുന്നിൽ പങ്കെടുക്കവേ വിഷം കലർന്ന ഭക്ഷണം കഴിച്ചു മരിച്ചു. അപ്പോൾ അതൊന്ന് ഓർത്തിരുന്നോളൂ കേട്ടോ. ജോധ്പൂർ രാജാവിൻ്റെ കൊട്ടാര വിരുന്നിൽ വിഷം കലർന്ന ഭക്ഷണം കഴിച്ചു മരിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ ഉത്തരം ദയാനന്ദ സരസ്വതി. ഓക്കെ, ഇനി ദക്ഷിണേന്ത്യയിലെ ദയാനന്ദൻ എന്നറിയപ്പെട്ടത്, ദക്ഷിണേന്ത്യയിലെ ദയാനന്ദൻ എന്നറിയപ്പെട്ടതാണ് ആര്? രാമലിംഗ അടികൾ. ദക്ഷിണേന്ത്യയിലെ ദയാനന്ദൻ എന്നറിയപ്പെട്ടതാണ് രാമലിംഗ അടികൾ. ഇനി ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായ സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്ന് ചോദിച്ചാൽ, ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാലാ ലജ്പത് റായി. ലാലാ ലജ്പത് റായി. ഓക്കെ, അപ്പോൾ ദയാനന്ദ സരസ്വതിയുടെ പുസ്തകമാണേത്? സത്യാർത്ഥ പ്രകാശ്. പത്രമാണ് ആര്യപ്രകാശ്. അതുപോലെ ഋഗ്വേദ ഭാഷ്യ ഭൂമിക കേട്ടോ, ഋഗ്വേദ ഭാഷ്യ ഭൂമിക. ഈ പുസ്തകം ആരുടേതാണ്? ദയാനന്ദ സരസ്വതിയുടേതാണ്. അപ്പോൾ അത്രയും ഓർത്തിരിക്കുക. അപ്പോൾ ഓർത്തിരിക്കേണ്ടതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൃതി സത്യാർത്ഥ പ്രകാശാണ്. അതെന്തെന്നറിയപ്പെടുന്നു? ആര്യസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നു. എഴുതിയിരിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. ഹിന്ദുമതത്തിൻ്റെ കാൽവിൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നു. വേദങ്ങളിലേക്ക് മടങ്ങുക. ഇന്ത്യക്കാർക്ക് സ്വരാജ്, സ്വഭാഷ, സ്വധർമ്മ എന്നീ ആശയങ്ങൾ ആദ്യമായി അവതരിപ്പിച്ചു. അതുപോലെ എന്താ, ഹിന്ദി ദേശീയ ഭാഷയാക്കണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ടു. ഓക്കെ, അടുത്ത നോക്കാം. ബ്രഹ്മസമാജം 1828 ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയി. രാജാറാം മോഹൻ റോയിയാണ് ബ്രഹ്മസമാജം 1828 സ്ഥാപിക്കുന്നത്. ബ്രഹ്മസമാജം തുടക്കത്തിൽ അറിയപ്പെട്ട പേരാണ് ബ്രഹ്മസഭ. അപ്പോൾ ബ്രഹ്മസമാജം തുടക്കത്തിൽ അറിയപ്പെട്ട പേര് ബ്രഹ്മസഭ എന്നറിയപ്പെട്ടു. ഇനി രാജാറാം മോഹൻ റോയ് അറിയപ്പെടുന്നത് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തിൻ്റെ നായകൻ, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനം എന്നറിയപ്പെടുന്നു. കാരണം ഇദ്ദേഹം കൊച്ചിലെ തന്നെ അറബി ഭാഷയും പഠിക്കുകയും ഇസ്ലാം മതത്തിലെ പ്രധാന തത്വങ്ങളൊക്കെ അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തു. എന്നിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? എല്ലാ മതങ്ങളെയും സമഭാവനയോടെ കാണുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ച പേരാണ് എന്ത്? ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനം. ഇന്ത്യൻ സമൂഹത്തിൻ്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെ ആളാണ് അദ്ദേഹം. ഇന്ത്യൻ സമൂഹത്തിൻ്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെ ആളാണ് അദ്ദേഹം. ഇന്ത്യൻ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ പ്രവാചകൻ. ഇന്ത്യൻ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ പ്രവാചകനാണ് ആരെന്ന് പറയുന്നത്? രാജാറാം മോഹൻ റോയി. നോക്കൂ, ഇദ്ദേഹം ജീവിതം ആരംഭിക്കുന്ന അല്ലെങ്കിൽ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഉദ്യോഗസ്ഥനായിട്ടായിരുന്നു, അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഗുമസ്തനായിരുന്ന നവോത്ഥാന നായകനാണ്. അതുപോലെ ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരനും ആരാണ്? രാജാറാം മോഹൻ റോയി ആണ്. ഇനി അദ്ദേഹത്തിന് രാജ എന്ന പദവി കൊടുത്തത് അക്ബർ ഷാ രണ്ടാമനാണ് രാജ എന്ന പദവി റാം മോഹൻ റോയിക്ക് കൊടുക്കുന്നത്. അദ്ദേഹത്തെ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു.
അപ്പോൾ അങ്ങനെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. നവോത്ഥാനത്തിൻ്റെ പിതാവെന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ മത പുനരുദ്ധാരണത്തിൻ്റെ അപ്പോസ്തലൻ, ഇന്ത്യൻ മത പുനരുദ്ധാരണത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യ അന്വേഷകൻ, കണ്ടോ നേരത്തെ പറഞ്ഞിരുന്നു അദ്ദേഹം അല്ലെ, ഹിന്ദുമതം അതിൻ്റെ പുസ്തകങ്ങൾ അതോടൊപ്പം തന്നെ ഹിന്ദുവും പഠിച്ചിരുന്നു അല്ലെ, ഇസ്ലാം മതത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ച പേരാണ് എന്ത്, മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യ അന്വേഷകൻ എന്ന് വിശേഷിപ്പിച്ചത് മോനിയർ വില്യംസ്. മോനിയർ വില്യംസ്. അപ്പോൾ ഇദ്ദേഹം ഹിന്ദുമതത്തിലെ യാഥാസ്ഥിതികമായ അന്ധവിശ്വാസങ്ങൾക്കൊക്കെ എതിരെ ആയിരുന്നു പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു, അതെ, വില്യം ബെൻഡിക്ക് എന്ത് ചെയ്തു, സതി 1829 നിരോധിക്കുന്നത് ആരുടെ, രാജാറാം മോഹൻ റോയിയുടെ സ്വാധീനത്തിൻ്റെ ഫലമാണ്. ഓക്കെ, അപ്പോൾ രാജാറാം മോഹൻ റോയാണ് സതി എന്ന ദുരാചാരം നിർത്തലാക്കാനായിട്ട് പ്രവർത്തിച്ചത് സാമൂഹിക നവോത്ഥാന നായകൻ. സതി നിർത്തലാക്കിയത് വില്യം ബെൻഡിക്കാണ്. ഇനി അദ്ദേഹം 1815 ആത്മീയ സഭ സ്ഥാപിക്കുന്നു. 1815 ആത്മീയ സഭ സ്ഥാപിക്കുന്നു. വേദാന്ത കോളേജ് 1825 വേദാന്ത കോളേജ് സ്ഥാപിക്കുന്നത്. ഡേവിഡ് ഹാരയുമായി ചേർന്ന് 1817 കൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചു. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, വേദാന്ത കോളേജ്, ആത്മീയ സഭ ഓർത്തിരിക്കുക. മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യ അന്വേഷകൻ എന്ന് വിശേഷിപ്പിച്ചത് മോനിയർ വില്യംസ് ആണ്. അതുപോലെ രാജാ പദവി നൽകിയത് അക്ബർ ഷാ സെക്കൻഡ് ആണ്. നവോത്ഥാനത്തിൻ്റെ പിതാവെന്ന് വിശേഷിപ്പിച്ചത് ടാഗോറാണ്. അദ്ദേഹത്തിൻ്റെ പത്രങ്ങളാണ് സംവാദ് കൗമുദി. സംവാദ് കൗമുദി 1821 അദ്ദേഹം ബംഗാളി ഭാഷയിൽ പുറത്തിറക്കിയ പത്രമാണ് സംവാദ് കൗമുദി. അതുപോലെ പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയ പത്രമാണ് മിറാത്ത് ഉൽ അക്ബർ. മിറാത്ത് ഉൽ അക്ബർ 1822 പേർഷ്യൻ ഭാഷ, അറിയാലോ, ക്യാമ്പ് ഭാഷ എന്നറിയപ്പെടുന്ന ഭാഷയാണ് പേർഷ്യൻ ഭാഷ. പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയ അദ്ദേഹത്തിൻ്റെ പത്രമാണ് മിറാത്ത് ഉൽ അക്ബർ. 1829 ബംഗദൂത് എന്ന പ്രസിദ്ധീകരണവും അദ്ദേഹം പുറത്തിറക്കി. അദ്ദേഹത്തിൻ്റെ കൃതികൾ തുഹ്ഫത്ത് ഉൾ മുവാഹിദ്ദീൻ, തുഹ്ഫത്ത് ഉൾ മുവാഹിദ്ദീൻ എന്നതാണ് രാജാറാം മോഹൻ റോയിയുടെ പ്രധാന കൃതി. തുഹ്ഫത്ത് ഉൾ മുവാഹിദ്ദീൻ, തെറ്റിപ്പോകരുത്. തുഹ്ഫത്ത് ഉൾ മുജാഹിദ്ദീൻ ആണെങ്കിൽ ഷെയ്ഖ് സൈനുദ്ദീൻ, എന്താണെങ്കിൽ മുജാഹുദ്ദീൻ എന്നാണെങ്കിൽ ഷെയ്ഖ് സൈനുദ്ദീൻ. ഇത് മുവാഹിദ്ദീൻ എന്നാണ്. മുവാഹിദ്ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് അപ്പോൾ അത് എഴുതിയത്? രാജാറാം മോഹൻ റോയി. ഈ തുഹ്ഫത്ത് ഉൾ മുവാഹിദ്ദീൻ എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം അല്ലെങ്കിൽ സമ്മാനം എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം എന്നാണ് തുഹ്ഫത്ത് ഉൾ മുവാഹിദ്ദീൻ്റെ അർത്ഥം. അതുപോലെ ജീസസിൻ്റെ 10 കൽപ്പനകൾ, ജീസസിൻ്റെ 10 കൽപ്പനകൾ, അതുപോലെ വേദാന്ത ഗ്രന്ഥം, ഇത്രയുമാണ് ആരുടെ കൃതികൾ? രാജാറാം മോഹൻ റോയിയുടെ കൃതികൾ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം പരിഭാഷപ്പെടുത്തിയ കുറച്ച് പുസ്തകങ്ങളുണ്ട്. അതാണ് ഒന്ന് ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതുപോലെ ജാതീയതയെ എതിർക്കുന്ന വജ്രസൂചി എന്ന നാടകം ബംഗാളി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. ഭഗവത്ഗീതയും വജ്രസൂചി എന്ന നാടകവും അദ്ദേഹം ബംഗാളി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. ഇനി രാജാറാം മോഹൻ റോയിയുടെ ജീവചരിത്രകാരൻ എന്നറിയപ്പെടുന്ന ആളാണ് മേരി കാർപ്പൻ്റർ. മേരി കാർപ്പൻ്റർ ആണ് റോയിയുടെ ജീവചരിത്രകാരൻ എന്നറിയപ്പെടുന്നത്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം. ആരുടെ വാക്കുകൾ? രാജാറാം മോഹൻ റോയി. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം. ആരുടെ വാക്കുകൾ? രാജാറാം മോഹൻ റോയി. അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം എന്ന് പറയുന്നത് ബ്രിസ്റ്റോളിലെ അർണോസ് വാലെ ശ്മശാനം. അപ്പോൾ അർണോസ് വാലെ ശ്മശാനത്തിലാണ് ബ്രിസ്റ്റോള്, ലണ്ടൻ, അവിടെയാണ് ആര്? നമ്മുടെ രാജാറാം മോഹൻ റോയി അന്ത്യവിശ്രമം കൊള്ളുന്നത്. ബ്രഹ്മസമാജവുമായിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ബ്രഹ്മസമാജത്തിൻ്റെ കേരളത്തിലെ പ്രചാരകൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അയ്യത്താൻ ഗോപാലൻ. ബ്രഹ്മസമാജത്തിൻ്റെ കേരളത്തിലെ പ്രചാരകൻ എന്നറിയപ്പെടുന്ന വ്യക്തി അയ്യത്താൻ ഗോപാലൻ. ബ്രഹ്മസമാജത്തിൻ്റെ പ്രവർത്തനങ്ങളെ എതിർത്തുകൊണ്ട് ധർമ്മസഭ സ്ഥാപിച്ച വ്യക്തി. ഇമ്പോർട്ടൻ്റ് പോയിന്റ്.
ബ്രഹ്മസമാജത്തിന്റെ പ്രവർത്തനങ്ങളെ എതിർത്തുകൊണ്ട് ധർമ്മസഭ സ്ഥാപിച്ചത് രാധാകാന്ത് ദേവ്. ധർമ്മസഭ നിലവിൽ വന്നത് 1830. ധർമ്മസഭ നിലവിൽ വന്നത് 1830. സ്ഥാപിച്ചത് രാധാകാന്ത് ദേവ്. എന്തിനെതിരെ? ബ്രഹ്മസമാജത്തിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. രാമകൃഷ്ണ മിഷൻ നിലവിൽ വന്ന വർഷം പഠിക്കുക, 1897. സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തിൻ്റെ ഗുരുവായ രാമകൃഷ്ണ പരമഹംസരുടെ ആശയങ്ങളെ പ്രചരിപ്പിക്കുവാൻ സ്ഥാപിച്ചതാണ് രാമകൃഷ്ണ മിഷൻ. ആസ്ഥാനം ബേലൂർ. ആസ്ഥാനം ബേലൂർ. ഇതിൻ്റെ ആപ്തവാക്യമാണ് ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായ ച. ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായ ച എന്നതാണ് രാമകൃഷ്ണ മിഷന്റെ എന്തെന്ന് പറയുന്നത്? ആപ്തവാക്യം എന്ന് പറയുന്നത്. അതിൻ്റെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത്, രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത് ശാരദാ മഠ് എന്നാണ്. ശാരദാ മഠ് എന്ന് അറിയപ്പെടുന്നു. അടുത്തത് ഇതിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്കിടയിൽ സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത, ജനാധിപത്യ മൂല്യങ്ങൾ എന്നിവ പ്രചരിപ്പിച്ചു. സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത, അതുപോലെ തന്നെ ജനാധിപത്യ മൂല്യങ്ങൾ ഇവയെ പ്രചരിപ്പിച്ച സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ. അതുപോലെ ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർക്കുകയും ചെയ്തു. അപ്പോൾ രാമകൃഷ്ണ മിഷൻ 1897. ആസ്ഥാനം ബേലൂർ. ഓക്കെ, നമുക്ക് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. 1863 ജനുവരി 12 അദ്ദേഹം ജനിച്ചത്. അതുകൊണ്ട് നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നു? ജനുവരി 12 ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ ജനുവരി 12 ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത് 1984 മുതലാണ്. 1984 മുതൽ ദേശീയ യുവജന ദിനമായി നമ്മൾ എന്താചരിക്കുന്നു? ജനുവരി 12 ആചരിക്കുന്നു. സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം നരേന്ദ്രനാഥ ദത്ത്. നരേന്ദ്രനാഥ ദത്ത് എന്നാണ് സ്വാമി വിവേകാനന്ദൻ്റെ യഥാർത്ഥ നാമം. 1881 ശ്രീരാമകൃഷ്ണനെ കണ്ടുമുട്ടിയതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നിർണായകമായ വഴിത്തിരിവെന്ന് പറയുന്നത്. ബിരുദ പഠനം പൂർത്തിയാക്കിയതിന് ശേഷമാണ് അദ്ദേഹം ശ്രീരാമകൃഷ്ണനെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ 1881 ശ്രീരാമകൃഷ്ണനെ കണ്ടുമുട്ടി. 1892 കേരളം സന്ദർശിച്ചു. 1892 കേരളം സന്ദർശിച്ചു. അറിയാമല്ലോ, കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചു. കേരളം സന്ദർശിച്ചു അല്ലേ? ആരെ കണ്ടു? ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടി. അപ്പോൾ എന്താ ചട്ടമ്പി സ്വാമികളെ പറ്റി പറഞ്ഞത്? മലബാറിൽ ഞാനൊരു മനുഷ്യനെ കണ്ടു. ചട്ടമ്പി സ്വാമികളെ പറ്റി അദ്ദേഹം പറഞ്ഞതാണ് മലബാറിൽ ഞാനൊരു മനുഷ്യനെ കണ്ടു. 1893 അദ്ദേഹത്തിൻ്റെ ആദ്യ പൊതുപ്രഭാഷണം നടന്നത് സെക്കന്ദരാബാദ്. 1893 ആദ്യ പൊതുപ്രഭാഷണം സെക്കന്ദരാബാദ്. 1893 സെപ്റ്റംബർ 11 ചിക്കാഗോയിലെ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇമ്പോർട്ടൻ്റ് പോയിന്റ്. 1893 അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ചിക്കാഗോയിൽ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തത്. ആ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളിയാണ് രാജാ രവിവർമ്മ. 1893 സെപ്റ്റംബർ 11 ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളിയാരെന്ന് ചോദിച്ചാൽ രാജാ രവിവർമ്മ. 1894 വേദാന്ത സൊസൈറ്റി ന്യൂയോർക്കിൽ തുടങ്ങി കേട്ടോ. 1894 അദ്ദേഹം ന്യൂയോർക്കിൽ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് വേദാന്ത സൊസൈറ്റി. ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് സന്ദർശിക്കുന്നത് 1893 അത് ചിക്കാഗോയിലെ സർവമത സമ്മേളനത്തിൽ പങ്കെടുക്കാനായിരുന്നു. അന്ന് ആ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളിയാണ് ആരെന്ന് പറയുന്നത്? രാജാ രവിവർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തിയോസഫിക്കൽ സൊസൈറ്റി പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു എന്ത്? ആനി ബസന്റ് 1893 സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത കാര്യം പറഞ്ഞു. അതുപോലെ അതിൽ വിവേകാനന്ദൻ പങ്കെടുത്തു. അതിൽ പങ്കെടുത്ത മലയാളിയാണ് രാജാ രവിവർമ്മ. ഇദ്ദേഹത്തിൻ്റെ രണ്ടാം വിദേശ സഞ്ചാരം നടക്കുന്നതാണ് 1899 1900 കേട്ടോ. ഈ സമയത്ത് അദ്ദേഹം പാരീസ് റിലീജിയസ് കോൺഗ്രസിൽ പങ്കെടുത്തു. അപ്പോൾ 1899 1900 എന്തില്? പാരീസ് റിലീജിയസ് കോൺഗ്രസിൽ പങ്കെടുത്തു. ഈ രണ്ടാം യാത്ര അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുകയും 1902 ജൂലൈ 4 അദ്ദേഹം സമാധിയാവുകയും ചെയ്തു. 1902
ജൂലൈ 4 അദ്ദേഹം സമാധിയായി. അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങളാണ് പ്രബുദ്ധ ഭാരതം. ഇംഗ്ലീഷ് ഭാഷ കൂടി പഠിച്ചു വെക്കുക. അപ്പോൾ ചോദിക്കാം അല്ലേ, സ്വാമി വിവേകാനന്ദൻ ഇംഗ്ലീഷിൽ പുറത്തിറക്കിയ പ്രസിദ്ധീകരണം ഏതെന്ന് ചോദിച്ചാൽ പ്രബുദ്ധ ഭാരത് കേട്ടാ, പ്രബുദ്ധ ഭാരതം. ബംഗാളി ഭാഷയിൽ ഉദ്ബോധൻ. ഇപ്പൊ പ്രബുദ്ധ ഭാരതവും ഉദ്ബോധനും ആരുടേതാണ്? സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകം മാൻ ദ മേക്കർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി, മാൻ ദ മേക്കർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി എന്ന പുസ്തകം എഴുതിയത് സ്വാമി വിവേകാനന്ദൻ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്നറിയപ്പെടുന്നു. അങ്ങനെ വിളിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ്. അപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം കന്യാകുമാരി. പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കന്യാകുമാരി. അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യയാണ് സിസ്റ്റർ നിവേദിത. സിസ്റ്റർ നിവേദിത. സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ നാമം മാർഗരറ്റ് എലിസബത്ത് നോബിൾ. മാർഗരറ്റ് എലിസബത്ത് നോബിൾ എന്നാണ് സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ നാമം. നോബിൾ എന്നാണ്, നോബിൾ. ശിഷ്യൻ ഇനി മാർഗരറ്റ് എലിസബത്ത് നോബിളിന്റെ അല്ലെങ്കിൽ സിസ്റ്റർ നിവേദിതയുടെ ശിഷ്യനായ തമിഴ് കവിയാണ് സുബ്രഹ്മണ്യ ഭാരതി. സുബ്രഹ്മണ്യ ഭാരതി, ഓടി വിളയാട് പാപ്പ ഒക്കെ എഴുതിയ സുബ്രഹ്മണ്യ ഭാരതി. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന വ്യക്തി, കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആഗമാനന്ദ സ്വാമികൾ. ആഗമാനന്ദ സ്വാമികൾ ഇദ്ദേഹമാണ് 1936 കാലടിയിൽ ശ്രീരാമകൃഷ്ണാശ്രമം സ്ഥാപിച്ച വ്യക്തി. 1936 കാലടിയിൽ ശ്രീരാമകൃഷ്ണാശ്രമം സ്ഥാപിച്ച വ്യക്തിയാണ് ആര്? ആഗമാനന്ദ സ്വാമികൾ. ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരളത്തിലെ സജീവ പ്രവർത്തകനായ നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാലും ആഗമാനന്ദ സ്വാമികൾ. അദ്ദേഹം അതുകൊണ്ട് എങ്ങനെ അറിയപ്പെടുന്നു? കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നു ആഗമാനന്ദ സ്വാമികൾ. അപ്പൊ നോക്കിക്കേ, ജാതീയമായ ഉച്ചനീചത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത സാമൂഹിക പരിഷ്കർത്താവാണ് വിവേകാനന്ദൻ. അതുപോലെ വിശ്വസാഹോദര്യത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സാമൂഹിക പരിഷ്കർത്താവ്. ഇദ്ദേഹത്തെ ചക്രവാത സദൃശ്യനായ ഹിന്ദു. 1893 ഇദ്ദേഹം ചിക്കാഗോ മത സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ അവിടെയുള്ളവർ ഇദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ടിട്ട് വിളിച്ചതാണ് ചക്രവാത സദൃശ്യനായ ഹിന്ദു. ചക്രവാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുഴലിക്കാറ്റ്. ചക്രവാത സദൃശ്യനായ ഹിന്ദു, ബ്രാഹ്മണ സന്യാസി, പോരാളിയായ പ്രവാചകൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടു. കണ്ടോ, അങ്ങനെ ബ്രാഹ്മണ സന്യാസി, പോരാളിയായ പ്രവാചകൻ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി നമുക്കറിയാവുന്ന പോയിന്റാണ്. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. അത് പഠിച്ചു വെക്കുക. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഗീതയിലേക്ക് മടങ്ങുക, ഗോ ബാക്ക് ടു ഗീത എന്ന് പറഞ്ഞ വ്യക്തി. ഗോ ബാക്ക് ടു വേദയാണെങ്കിൽ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ഗോ ബാക്ക് ടു ഗീതയാണെങ്കിൽ ആരാണ്? സ്വാമി വിവേകാനന്ദൻ. ഓർത്തിരിക്കുക, തിരിഞ്ഞു പോകരുത്. അദ്ദേഹത്തിന്റെ വചനങ്ങൾ നോക്കാം. വിവേകാനന്ദന്റെ വചനങ്ങൾ: ദരിദ്രരോട് അനുപാതമുള്ളവനെ ഞാൻ മഹാത്മാവെന്ന് വിളിക്കും, മറ്റുള്ളവനെ ദുരാത്മാവെന്നും. സംഘടന ശക്തിയും അതിൻ്റെ രഹസ്യം അച്ചടക്കവുമാണ് ഇമ്പോർട്ടൻ്റ്. സംഘടന ശക്തിയും അതിൻ്റെ രഹസ്യം അച്ചടക്കവുമാണ്. സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി ഫുട്ബോൾ കളിയാണെന്ന് പറഞ്ഞ വ്യക്തി കേട്ടോ. പ്ലേയിങ് ഫുട്ബോൾ ഈസ് ബെറ്റർ ദാൻ ചാൻഡിങ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്ലേയിങ് ഫുട്ബോൾ ഈസ് ബെറ്റർ ദാൻ ചാൻഡിങ്. ഇരുമ്പിൻ്റെ മാംസപേശികളും ഉരുക്കിൻ്റെ ഞരമ്പുകളാണ് നമ്മുടെ നാടിന് ആവശ്യം. ഇരുമ്പിൻ്റെ മാംസപേശികളും ഉരുക്കിൻ്റെ ഞരമ്പുകളുമാണ് നമ്മുടെ നാടിന് ആവശ്യം. പട്ടിണി കിടക്കുന്നവനോട് മതബോധനം നടത്തുന്നത് അവനെ അപഹസിക്കുന്നതിന് തുല്യമാണ്. കണ്ടോ, പട്ടിണി കിടക്കുന്നവൻ്റെ അടുത്ത് എന്നിട്ട് നിങ്ങൾ മതത്തെപ്പറ്റി പറയുന്നത്, മതബോധനം നടത്തുന്നത് അവനെ അപഹസിക്കുന്നതിന് തുല്യമാണ്. ധനവും പദവിയും അധികാരവുമല്ല, ആവശ്യം വിവേകമാണ്. ധനവും പദവിയും അധികാരവുമല്ല, ആവശ്യം വിവേകമാണ്. അതാണ് നമുക്ക് അവിടെ നിന്ന് കാണിയത്. വിവേകം, വിവേകാനന്ദൻ കിട്ടേ. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ലോഗനാണ് ഇതെന്ന് പറഞ്ഞത്: ഉദ്ധഷ്ഠിത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധിത. ഉദ്ധഷ്ഠിത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധിത കേട്ടാ എന്ന ആഹ്വാനം. ഉണരൂ, എഴുന്നേക്കൂ, ലക്ഷ്യം കാണും വരെ പ്രയത്നിക്കൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഉദ്ധഷ്ഠിത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധിത. അപ്പം ഇതാരുടെ ആഹ്വാനമാണ്? സ്വാമി വിവേകാനന്ദൻ്റെ ആഹ്വാനമാണ് കേട്ടോ.
അപ്പോൾ ഇത്രയുമാണ് വിവേകാനന്ദനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ശ്രീരാമകൃഷ്ണ പരമഹംസനെ പറ്റി പഠിക്കാം. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം കുറച്ച് പോയിന്റുകളേ ഉള്ളൂ പഠിക്കാൻ, ഓർത്തു വെച്ചോളുക. ഗദ്ദാധാർ ചാറ്റർജി. ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ യഥാർത്ഥ നാമം ഗദ്ദാധാർ ചാറ്റർജി. ദക്ഷിണേശ്വരിലെ സന്യാസി എന്നറിയപ്പെടുന്നു. ദക്ഷിണേശ്വരിലെ സന്യാസി എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പത്നിയുടെ പേരാണ് ശാരദാദേവി. ഇത് ഇവിടെ കണക്ട് ചെയ്യാം. ശ്രീരാമകൃഷ്ണ മിഷന്റെ വനിതകളുടെ വിഭാഗം ശാരദാ മഠം എന്നാണ് അറിയപ്പെട്ടത്. കണ്ടോ? അപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ പത്നിയുടെ നാമം എന്താണ്? ശാരദാദേവി. അദ്ദേഹത്തിന്റെ ആപ്തവാക്യം, അദ്ദേഹത്തിന്റെ വാക്കുകൾ മാനവ സേവയാണ്, ഈശ്വര സേവ. ഇമ്പോർട്ടൻറ്റ്, മാനവ സേവയാണ് ഈശ്വര സേവ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ. വിവേകാനന്ദനുമായി കണ്ടുമുട്ടിയ വർഷം നേരത്തെ പറഞ്ഞു 1881. ഇദ്ദേഹത്തിന്റെ ജീവചരിത്രം ആദ്യമായി ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചത് പ്രതാപചന്ദ്ര മജുംദാർ. പ്രതാപചന്ദ്ര മജുംദാർ, PC മജുംദാർ എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് നമുക്ക് അവിടുന്ന് കണക്ട് ചെയ്ത് പഠിക്കാവുന്ന മറ്റൊരു വ്യക്തിയാണ് ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ. ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ രാമകൃഷ്ണ മിഷനുമായിട്ടല്ല, അപ്പോൾ നമ്മൾ ഒരു വ്യക്തി പറഞ്ഞത് കൊണ്ട് മറ്റൊരു വ്യക്തിയോട് പറയുന്നു. ഇപ്പോൾ രാമകൃഷ്ണ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രീരാമകൃഷ്ണനെ പറഞ്ഞത് കൊണ്ട് നമ്മൾ ഈശ്വരചന്ദ്ര വിദ്യാസാഗറെ കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കാം. യഥാർത്ഥ നാമം ഈശ്വരചന്ദ്ര ബന്ദോപാധ്യായ. ഈശ്വർ ചന്ദ്ര ബന്ദോപാധ്യായ. ഇദ്ദേഹം അറിയപ്പെട്ട 2 പേരുകളാണ്, ദയാസാഗർ എന്നും കരുണാസാഗർ എന്നും. ദയാസാഗർ എന്നും കരുണാസാഗർ എന്നും അറിയപ്പെട്ടു. നോക്കിക്കോണേ, ബംഗാളി നവോത്ഥാനത്തിന്റെ നെടുന്തൂൺ. തെറ്റിപ്പോകരുത് കേട്ടോ. ബംഗാളി നവോത്ഥാനത്തിന്റെ നെടുന്തൂൺ ആരെന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ് എഴുതരുത്. ബംഗാൾ നവോത്ഥാനത്തിന്റെ നെടുന്തൂൺ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. ഇദ്ദേഹമാണ് ബംഗാളിൽ വിധവ പുനർവിവാഹത്തിന് വേണ്ടി പ്രവർത്തിച്ചു. വിധവ പുനർവിവാഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം. വിധവകളെ എന്ത് ചെയ്തു? വിവാഹം കഴിച്ച് വിടാനായിട്ട് മുൻകൈ എടുത്ത ആളാണ്. സ്വന്തം കയ്യിൽ നിന്ന് അവർക്ക് പാരിതോഷികങ്ങളും സമ്മാനങ്ങളും ഒക്കെ കൊടുത്ത് വിവാഹം നടത്തിയ ആളാണ്. ആരെന്ന് പറയുന്നത്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അപ്പോൾ ദയാസാഗർ എന്നും കരുണാസാഗർ എന്നൊക്കെ വിളിക്കാൻ പറ്റിയ ആളാണ്. 1856 വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. അടിവരയിട്ട് പഠിക്കുക. 1856 വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ചു. ഇദ്ദേഹം സംസ്കൃത പണ്ഡിതനായിരുന്നു. ഇദ്ദേഹം എന്ത് ചെയ്തു? ബംഗാളി ഭാഷയെ അല്ലെങ്കിൽ ബംഗാളി ഭാഷയുടെ ലിപിയെ അതുപോലെ തന്നെ അതിൻ്റെ അച്ചടി വിദ്യയെ ഒക്കെ പരിഷ്കരിച്ച വ്യക്തി, നവീകരിച്ച വ്യക്തി. ബംഗാളി അക്ഷരമാല അതുപോലെ ബംഗാളി അച്ചടി വിദ്യ നവീകരിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് ടാഗോർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു ആധുനിക ബംഗാളി ഗദ്യ സാഹിത്യത്തിൻ്റെ പിതാവ്. ആധുനിക ബംഗാളി ഗദ്യ സാഹിത്യത്തിൻ്റെ പിതാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ച വ്യക്തി ടാഗോർ. അതുപോലെ തന്നെ ടാഗോർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചാണ് ദൈവത്തിൻ്റെ മഹത്തായ സൃഷ്ടി, 40 കോടി ബംഗാളികൾക്കിടയിൽ ഒരു മനുഷ്യൻ എന്ന് ടാഗോർ വിശേഷിപ്പിച്ചത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. കേട്ടോ, ദൈവത്തിൻ്റെ അത്ഭുത സൃഷ്ടി, 40 കോടി ബംഗാളികൾക്കിടയിൽ അത്ഭുത മനുഷ്യൻ, 40 കോടി ബംഗാളികൾക്കിടയിൽ ഒരു അത്ഭുത മനുഷ്യൻ എന്നൊക്കെ വിശേഷിപ്പിച്ചത് ആരെയാണ്? നമ്മുടെ ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെയാണ്. അദ്ദേഹത്തിൻ്റെ കൃതികളാണ് ബാല്യവിവാഹ്, ബർണ പാറിച്ചായി, ബാല്യവിവാഹ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചോളുക. ആരുടേതാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെതാണ്. ഓക്കെ, ഇദ്ദേഹമാണ് വിധവകളുടെ ഒക്കെ എന്തിന് വിദ്യാഭ്യാസത്തിന് വേണ്ടി ധാരാളം സ്കൂളുകൾ സ്ഥാപിച്ച വ്യക്തിയാണ്. ആരെന്ന് പറയുന്നത്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഇപ്പോൾ ദയാസാഗർ, കരുണാസാഗർ. എന്താണ് ഇമ്പോർട്ടൻ്റ് പോയിന്റ്? ബംഗാളി നവോത്ഥാനത്തിൻ്റെ നെടുന്തൂണ്. അതുപോലെ 1856 വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി. കൃതികൾ ബാല്യവിവാഹ്, ബർണ പാറിച്ചായി. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഈ പോയിൻ്റൊക്കെ എഴുതിയെടുക്കുക. ഇതിനകത്ത് ഉൾപ്പെടുത്തിയ പോയിന്റുകൾ മാത്രം പഠിച്ചു പോവുക. ഓക്കെ, നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.